ഇവിടെ ബ്രൈറ്റ് അക്കാദമി എന്ന സ്ഥാപനം വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ്. വ്യാഴാഴ്ചകളിലും ഞായറാഴ്ചകളിലുമാണ് ക്ലാസ് ഉണ്ടാവുക. ഞാനിവിടെ വരുന്നത് 3ാമത്തെ തവണയാണ്. ഇതിനു മുന്നേ 2 തവണ. അന്നുള്ള ആളുകളൊന്നും തന്നെ ഇപ്പോൾ ഈ കൂട്ടത്തിലില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്നുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ച യഥാർത്ഥത്തിൽ അതുതന്നെയാണ്. ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആളുകളിൽ പലരും തന്നെ എനിക്കേറെ സുപരിചിതരായ, എൻ്റെ നിത്യജീവിതത്തിൻ്റെ യാത്രകളിലുടനീളം ഞാൻ കാണുന്ന, പരിചയപ്പെടുന്ന, സംസാരിക്കുന്ന, ഇടപഴകുന്ന വ്യക്തിത്വങ്ങളാണ്. എന്നാൽ അതോടൊപ്പം തന്നെ എനിക്ക് തീരെ പരിചയമില്ലാത്ത, ഞാൻ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തങ്ങളുടെ കഴിവിനെ പരിപോഷിപ്പിക്കാനും അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താനും എന്തുണ്ട് മാർഗം എന്ന് തേടി അവസാനം നെടുങ്ങോട്ടൂർ എന്ന ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ്. നോക്കൂ, അങ്ങനെ ഒരു സ്ഥാപനം ഏതൊരു നാടിനകത്ത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാലും അത് ആ നാട്ടുകാർക്കൊക്കെ തന്നെ അഭിമാനമാണ്. തർക്കമൊന്നുമില്ല. അത് എൻ്റെ നാട്ടിലായിക്കോട്ടെ, ഇനിയിപ്പോൾ വെസ്റ്റ് കൈപ്പുറത്തായിക്കോട്ടെ, കാസർഗോഡ് നിന്ന് ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു, കാസർഗോഡ് ആയിക്കോട്ടെ, ഏത് പ്രദേശത്താണെങ്കിലും ആ പ്രദേശത്തെ എന്തെങ്കിലും ഒരു സവിശേഷതയെ തേടി അന്വേഷിച്ച് പുറംനാട്ടിൽ നിന്നൊക്കെ ആളുകൾ എത്തി അവിടെ 3, 4, 5 മണിക്കൂർ സമയം ചെലവഴിച്ച് ഒരറിവ് നേടി ഇവിടെ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. അതിന് അവസരം ഒരുക്കിക്കൊണ്ടേയിരിക്കുന്ന, അതിന് ഒരു കാരണഭൂതനായി മാറിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽ സാറിൻ്റെ എല്ലാ തരത്തിലുള്ള ഭാവുകങ്ങളും ഈ അവസരത്തിൽ ഞാൻ കണ്ടുകൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഞാനൊരു അധ്യാപകൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അറിവും അധ്യാപനവും എന്ന വിഷയത്തിൽ സംസാരിക്കണമെന്ന് സാറ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അറിവ് നിർമ്മിക്കപ്പെടുന്നത് വിദ്യാലയങ്ങളിൽ നിന്ന് മാത്രമല്ല. ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും വ്യത്യസ്തമായ തൊഴിൽ മേഖലകളിൽ തൻ്റെ ജീവിതത്തെ കരുപിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജീവമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. എല്ലാവരും അവനവൻ്റെ വിദ്യാലയങ്ങളിൽ ലഭിച്ച അറിവുകൾ കൊണ്ട് മാത്രമാണ് ഇന്ന് ജീവിതത്തിൽ ഈ നേട്ടങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എവിടെ നിന്നാണ് അവർ അവരുടെ ജ്ഞാനം ഉറപ്പാക്കിയിട്ടുള്ളത്? എവിടെ നിന്നാണ് അവർ ഇന്ന് കാണുന്ന ജീവിത നിലയിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായിട്ടുള്ള കഴിവും പ്രാപ്തിയും നേടിയെടുത്തിട്ടുള്ളത്? അത് ഈ സമൂഹത്തിൽ നിന്നാണ്. ആ സമൂഹത്തിൽ അധ്യാപകരെന്നോ മാഷെന്നോ ടീച്ചറെന്നോ പേരുള്ള ആളുകളെ കൂടാതെ നിരവധി ആളുകൾ അവരതിനു വേണ്ടി പരിപോഷിപ്പിച്ചിട്ടുണ്ടാവും, അതിനുവേണ്ടി സഹായിച്ചിട്ടുണ്ടാവും, അതിനുവേണ്ടി അവരെ പ്രാപ്തരാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ശരിക്കുമുള്ള അധ്യാപകൻ ആര് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ശരിക്കുമുള്ള അധ്യാപകൻ നമ്മുടെ സമൂഹമാണ്, നമ്മുടെ സൊസൈറ്റിയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ കുട്ടിയും ഓരോ വ്യക്തിത്വങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും പഠിക്കുന്ന കാലത്തായിക്കോട്ടെ, ഇപ്പോഴായിക്കോട്ടെ, അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, അവർ കടന്നു വന്ന വഴികൾ, അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പാതകൾ, ഇതെല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ കുട്ടികളുടെ, വളരെ ചെറിയ കുട്ടികളുടെ കാര്യമെടുത്താൽ, എൻ്റെ ക്ലാസ്സിനകത്ത് 40 കുട്ടികളുണ്ടെങ്കിൽ 40 കുട്ടികളുടെയും ജീവിത സാഹചര്യം തീർത്തും വ്യത്യസ്തമാണ്. 40 കുട്ടികളും അറിവ് നിർമ്മിക്കുന്നത് തീർത്തും വ്യത്യസ്തമായ കാര്യങ്ങളിലൂടെയാണ്. അയാൾക്ക് എങ്ങനെയാണ് അറിവ് ലഭിക്കുന്നത് ചോദിച്ചാൽ, ഏറ്റവും പ്രാഥമികമായ അറിവ് അയാൾക്ക് ലഭിക്കുന്നത് അയാളുടെ ജീവിതാനുഭവങ്ങളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ജീവിതാനുഭവം നമ്മുടെ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കാൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് കഴിയുമ്പോഴാണ്, നമ്മുടെ കുടുംബത്തിന് കഴിയുമ്പോഴാണ്, നമ്മുടെ സമൂഹത്തിന് കഴിയുമ്പോഴാണ് അറിവുള്ള തലമുറ നമ്മുടെ നാടിനകത്തുണ്ടാവുകയുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്ക് അറിവുള്ള ഒരു ജനസാമാന്യത്തെ നിർമ്മിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ.
ഇന്ന് നമ്മളൊക്കെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, പ്രത്യേകിച്ച് വിദ്യാലയങ്ങളടക്കമുള്ള സ്ഥാപനങ്ങളിൽ നേരിടുന്നതായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കുഴപ്പം, അറിവിനപ്പുറത്തേക്ക് വിവരം നിർമ്മിച്ചെടുക്കുന്ന ഇടങ്ങളായിക്കൊണ്ട് വിദ്യാലയങ്ങളും മറ്റെല്ലാ സ്ഥാപനങ്ങളും മാറുകയാണ്. എന്താണ് ഈ വിവരവും അറിവും തമ്മിലുള്ള വ്യത്യാസം? എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വിവരവും അറിവും തമ്മിലുള്ള വ്യത്യാസം രണ്ടും ഒന്നാണോ? വിവരവും വിജ്ഞാനവും അല്ലെങ്കിൽ വിവരവും അറിവും രണ്ടും ഒന്നാണോ? അല്ല, വിവരവും അറിവും ഒന്നല്ല. വിവരത്തോടൊപ്പം തന്നെ മറ്റൊരു വാക്കും കൂടി ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് വ്യാഖ്യാനം എന്നുള്ളതാണ്. ഈ വ്യാഖ്യാനത്തിനൊരു പ്രാധാന്യമുണ്ട്. അത് ഞാൻ അതിലേക്ക് വരാം. എന്താ വിവരവും അറിവും തമ്മിലുള്ള വ്യത്യാസം? വിവരമുണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. വിവരമുണ്ടാക്കാൻ സ്കൂളിൻ്റെ ആവശ്യമില്ല. വിവരമുണ്ടാക്കാൻ അധ്യാപകൻ്റെ ആവശ്യമില്ല. വിവരമുണ്ടാക്കാൻ ഇപ്പോൾ പല മാർഗ്ഗങ്ങളുണ്ട്. യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഗൂഗിളുണ്ട്. എവിടെ തിരഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ വിവരം കിട്ടും. അതുകൊണ്ടാണ് അതിനെ വിവര സാങ്കേതിക വിദ്യ എന്ന് വിളിക്കുന്നത്. വിവര സാങ്കേതികത, ഒരുപാട് വിവരം നിങ്ങൾക്ക് തരാനുള്ള ടെക്നോളജി ഇന്ന് അവൈലബിളാണ്. ഒരുപാട് വിവരം നിങ്ങൾക്ക് കിട്ടും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാണ്? എന്നാ? 1947 ഓഗസ്റ്റ് 15. ഒരു വിവരമാണ്. ഗാന്ധിജി ആരാണ് വെടിവെച്ച് കൊന്നത്? ആരാ? നാഥുറാം വിനായക് ഗോഡ്സെ. ഒരു വിവരമാണ്. ഇങ്ങനെയുള്ള വിവരങ്ങൾ ഒരുപാടുണ്ടായി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇങ്ങനെയുള്ള വിവരങ്ങൾ ഒരുപാടുണ്ടായി എന്നുള്ളത് കൊണ്ട് ഒരു കാര്യമുണ്ട്, ക്വിസ് മത്സരം ഉണ്ടാകുമ്പോൾ ആ ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടാം. അല്ലാതെ പ്രത്യേകിച്ച് ഗുണമില്ല. ശരിയല്ലേ? ചില ആളുകളുണ്ട്, ലോകത്ത് എന്തിനെക്കുറിച്ച് ചോദിച്ചാലും അവർക്ക് വിവരം ഉണ്ടാവും. എന്ത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും അവർക്ക് ഭയങ്കരമായ വിവരമാവും. അതങ്ങനെയല്ല, ഇതിങ്ങനെയാണെന്ന് പറയും. ആ വിവരം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാൽ അതേസമയം ഗാന്ധിജി എന്തുകൊണ്ട് മരണത്തിന് ഇടയാക്കപ്പെട്ടു, എന്തുകൊണ്ട് ഗാന്ധിജി കൊല്ലപ്പെട്ടു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്നിടത്താണ് അറിവ് വളരുന്നത്. ഇന്ത്യ 1947 ഓഗസ്റ്റ് 15 സ്വതന്ത്രമായി. ഇത് പഠിക്കുന്നതിനപ്പുറം അപ്പോൾ അതിനു മുമ്പ് ഇന്ത്യ എങ്ങനെയായിരുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലേ എന്ന തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുള്ള കെൽപ്പുണ്ടാകുമ്പോഴാണ് അവിടെ അറിവ് നിർമ്മിക്കപ്പെടുന്നത്. ഒരു ഭൂപടം, നമ്മളൊക്കെ കാണുന്ന ഭൂപടം എങ്ങനെയാണ്? നമ്മളൊക്കെ കാണുന്ന ഭൂപടം നമ്മുടെ ക്ലാസ് മുറികളിലൊക്കെ ഉണ്ടാവുക വലിയ ഒരു പേപ്പറിലായിരിക്കും. ആ പേപ്പറിലെ ഭൂപടം നോക്കിയതാ ഇത്ര വൻകരകളുണ്ട്, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം എവിടെയാണ്, അതിൻ്റെ ചുവട്ടിൽ ശ്രീലങ്കയുണ്ട്, അതിൻ്റെ മുകളിൽ ചൈനയുണ്ട്, റഷ്യയുണ്ട്, അപ്പുറത്ത് യൂറോപ്പുണ്ട്. ഇത് വിവരങ്ങളാണ്. ആ ഭൂപടം കണ്ടിട്ട് അല്ല മാഷേ ഭൂമി ഉരുണ്ടതാണെന്നാണല്ലോ നമ്മൾ ഇത്രയും കാലം പഠിച്ചത്, ഉരുണ്ട ഭൂമി എങ്ങനെ പരന്നു കിടക്കുന്നത് എന്ന് ചോദിക്കാൻ ഒരു കുട്ടിക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ കുട്ടി അവിടെ എന്ത് നിർമ്മിക്കുന്നു എന്നർത്ഥം? അറിവ് നിർമ്മിക്കുന്നു എന്നർത്ഥം. യഥാർത്ഥത്തിൽ ലഭിക്കുന്ന വിവരത്തെ ആ വിവരം മാത്രമായി ഉൾക്കൊള്ളുകയല്ലാതെ അതിനോടൊപ്പം തന്നെ ആ വിവരത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസ ലക്ഷ്യം. അവിടെയാണ് അറിവ് നിർമ്മിക്കപ്പെടുക. അങ്ങനെയുള്ള നിരന്തരമായ ചോദ്യങ്ങളിലൂടെ മാത്രമാണ് നല്ല സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുള്ളൂ, നല്ല വിദ്യാർത്ഥികളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. പുതിയ വിദ്യാഭ്യാസ രീതികളെല്ലാം തന്നെ പറയുന്നത് അധ്യാപകർക്ക് പ്രത്യേകിച്ചൊരു റോളൊന്നുമില്ല എന്നുള്ളതാണ്. സ്റ്റുഡൻസ് കൺസ്ട്രക്ട് ദെയർ ഓൺ നോളജ് വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് ടീച്ചർ. ടീച്ചർ ആക്ട് ആസ് എ ഫെസിലിറ്റേറ്റർ. ടീച്ചർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ടീച്ചർ എന്ത് മാത്രമാണ്? ടീച്ചർ ഫെസിലിറ്റേറ്റർ മാത്രമാണ്. അവരെ ഇങ്ങനെ ഈ വഴിയിലൂടെ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം മാത്രമാണ് ടീച്ചർക്കുള്ളത്. അവിടെയാണ് വ്യാഖ്യാനത്തിൻ്റെ പ്രസക്തി വരുന്നത്. എന്താ വ്യാഖ്യാനത്തിൻ്റെ പ്രസക്തി? ഒരു വിവരത്തെ ഒരധ്യാപകനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ ഉദാഹരണം തന്നെ വീണ്ടും എടുക്കുകയാണ്. ഗാന്ധിജി എങ്ങനെ കൊല്ലപ്പെട്ടു? ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് നാഥുറാം വിനായക് ഗോഡ്സെയാണ്. ഒരു വിവരമാണ്. ഈ വിവരം ആ അധ്യാപകൻ എങ്ങനെയാണ് ക്ലാസ് മുറിയിൽ വ്യാഖ്യാനിക്കുന്നത് എന്നനുസരിച്ചിരിക്കും ആ കുട്ടിയുടെ അറിവ്. അധ്യാപകന് വേണമെങ്കിൽ പറയാം, എന്താ അവർ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പറഞ്ഞൂടെ? ഒരു വ്യക്തിയല്ല ഒരു അധ്യാപകൻ, അയാൾക്ക് പറഞ്ഞൂടെ? എന്നാൽ അത് 1920 മുതൽ തന്നെയുള്ള ചില പ്രശ്നങ്ങളാണെന്നും ഇത് ആദ്യത്തെ ശ്രമമല്ലെന്നും ഒരുപാട് തവണ അത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അതിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണി മാത്രമാണ് ഗോഡ്സെ എന്നും പറഞ്ഞു കൊടുക്കാൻ ഒരു അധ്യാപകന് കഴിയുമ്പോഴാണ് കുട്ടിയുടെ അറിവ് വികസിക്കുക. ഇതൊരു ഉദാഹരണം മാത്രമല്ല കേട്ടോ.
ഇങ്ങനെ നിങ്ങൾ ഏത് കാര്യമെടുത്താലും വിവരത്തെ കൃത്യമായി വ്യാഖ്യാനിക്കാനുള്ള ഒരു സോഴ്സായി അധ്യാപകൻ മാറുമ്പോഴാണ് കുട്ടിയിൽ എന്തുണ്ടാവുക? കുട്ടിയിൽ അറിവുണ്ടാവുക. ആ അറിവ് എന്തിനു വേണ്ടിയുള്ളതാവണം? ആ അറിവ് നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ കൂടെ ആ കുട്ടിയെ പഠിപ്പിക്കണം. ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ തന്നെ നമുക്കറിയാം, അധ്യാപകരൊന്നും പറഞ്ഞാൽ കേൾക്കുന്നവരല്ല ഇപ്പോഴത്തെ കുട്ടികൾ. വലിയ പ്രശ്നമാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ വളർന്ന ഒരു തലമുറയെക്കുറിച്ച് വലിയ ആശങ്കയുണ്ട്. ഈ തലമുറ ആകെ മോശമാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ. എല്ലാ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പുതിയ തലമുറയിലും ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ചെറുപ്പമായിരിക്കുന്ന കാലത്ത് ആ കാലഘട്ടത്തിൻ്റെതായ പലതരത്തിലുള്ള കുരുത്തക്കേടുകൾ നമുക്കുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചെറുപ്പം അവരുടെ പ്രായത്തിൻ്റെ കുരുത്തക്കേടുകൾ മാത്രമാണോ കാണിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. മനസ്സിലായില്ല? അല്ലാതെ മൊത്തം പ്രശ്നമാണെന്നുള്ള അഭിപ്രായമല്ല. ആ പ്രായത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കുരുത്തക്കേടുകളും നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്യണം. ചില കുട്ടികൾ ഉപ്പമാർ മക്കളോട് പറയും, പിന്നെ ഇത് വല്ലാണ്ട് പറയണ്ട, ഞാൻ എൻ്റെ പ്രായത്തിൽ എന്നേക്കാൾ വലിയ ആളായിരുന്നു പറയാറില്ലേ? അതേപോലെ ചെയ്യേണ്ടുന്ന കുരുത്തക്കേടുകൾ മാത്രമാണോ ചെയ്യുന്നത് നിർത്ത പ്രശ്നം. അതെന്തുകൊണ്ടാണ് നമുക്ക് പറഞ്ഞ് തിരുത്താൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ രക്ഷിതാക്കൾക്ക് അതിനകത്ത് ഇടപെടാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ പൊതുസമൂഹത്തിന് അതിനകത്ത് ഇടപെടാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ അധ്യാപകർക്ക് അതിനകത്ത് ഇടപെടാൻ കഴിയാത്തത്? യഥാർത്ഥ വിദ്യാഭ്യാസം മാറേണ്ടത് അവിടെയാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ വിദ്യാലയങ്ങൾ നിരന്തരം സംഘർഷങ്ങളുടെ വേദിയാവുകയാണ്. നമ്മുടെയൊക്കെ തന്നെ അടുത്തുള്ള വിദ്യാലയങ്ങൾ നിങ്ങൾ വെറുതെ പരിശോധിച്ചാൽ മതി. ഇത് എല്ലാ നാട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. +1 വിദ്യാർത്ഥികളും +2 വിദ്യാർത്ഥികളും തമ്മിൽ നിരന്തര സംഘർഷം, അല്ലെങ്കിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും തമ്മിൽ നിരന്തര സംഘർഷം. ഇത്തരം സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഉത്തരവാദിത്വമുള്ള പൊതുസമൂഹത്തിൽ പെടുന്ന ആളുകൾ എന്താ ചെയ്യുക? അത്തരം പണിക്ക് നിൽക്കരുത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൂട്ടു നിൽക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടുത്താൻ വേണ്ടത്. പക്ഷേ ചിലയിടങ്ങളിൽ സംഭവിക്കുക ആരെന്നെ തല്ലിയത്? അത് ശരി, നമ്മുടെ നാട്ടിലെ ചെക്കനെ തല്ലാൻ മാത്രം ആൾക്കാരുണ്ടോ അവിടെ? എന്നാൽ നമുക്ക് പോയി ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് 10 ബൈക്കൊക്കെ എടുത്ത് 20 ആൾക്കാർ സ്കൂളിലെ കുട്ടികൾ തമ്മിലുള്ള സംഘർഷത്തെ പൊലിപ്പിക്കാൻ വേണ്ടി പോവുക. അവിടെ നമ്മുടെ സമൂഹവും നമ്മുടെ രക്ഷാകർത്താക്കളും അധ്യാപകരും എല്ലാം പരാജയപ്പെടുകയാണ്. ആ നിലയിലേക്ക് നമ്മുടെ കുട്ടികളെ നമുക്ക് കൊണ്ടുവന്നെത്തിക്കാൻ കഴിയില്ല. ലഹരിയുടെയും മറ്റും തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. അതിൻ്റെ വെല്ലുവിളികൾ വേറെയാണ്, ഒരുപാടാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതെല്ലാം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കുട്ടികൾ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകളാണ്. എങ്ങനെ ഒരു നല്ല മനുഷ്യനായി, എങ്ങനെ സമൂഹത്തിന് അനുഗുണമായി ജീവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ മാറ്റി തീർക്കണമെന്ന് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന ഒരു കുട്ടിക്ക് ധാരണ ഉണ്ടാക്കാൻ ഒരധ്യാപകന് കഴിയുന്നിടത്താണ് അദ്ദേഹം നല്ലൊരു അധ്യാപകനാകുന്നത്. അവിടെയാണ് അറിവ് നിർമ്മിക്കപ്പെടുന്നത്. ആ അറിവ് നിർമ്മിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലാണ് നാം ഏർപ്പെടേണ്ടതും. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ മറ്റേ റഫീഖ് സൂചിപ്പിച്ച പോലെ കല്യാണം കഴിക്കാറൊന്നും പ്രത്യേകിച്ചൊരു പ്രയാസം ഉണ്ടാവില്ല. നാട്ടിൽ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ കുഴപ്പമില്ല, നല്ല കുട്ടിയാണെന്ന് പറയും. കല്യാണത്തിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, പൊതുവെ പറയാം. അത്തരത്തിലുള്ള കുട്ടികളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ഇടങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങൾ മാറണം. അങ്ങനെയുള്ള വിദ്യാലയങ്ങളെ മാറ്റി തീർക്കണമെങ്കിൽ നാം ഓരോരുത്തരും, പ്രത്യേകിച്ച് പൊതുസമൂഹം, വളരെ ജാഗ്രതയോടുകൂടി ഈ കാര്യങ്ങളിലെല്ലാം ഇടപെടണമെന്നും അത്തരം ഇടപെടലുകൾ മാത്രമാണ് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മളുടെ തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സഹായകമാവൂ എന്നുള്ളതും കൂടെ ഞാൻ ഈ വിഷയത്തിൻ്റെ ഭാഗമായി സൂചിപ്പിച്ചുകൊണ്ട് 1-2 കാര്യങ്ങൾ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് പ്രസംഗ പരിശീലനവുമായി ബന്ധപ്പെട്ടുവാണെങ്കിൽ ആവാം. പ്രസംഗ പരിശീലനം എന്നല്ല, ഏതൊരു കലയുമായും ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും പ്രസംഗ പരിശീലനത്തിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളവരാണ്. ഞാനും ഈ നിലയിലൊന്നും സംസാരിക്കാൻ പ്രാപ്തിയും കഴിവൊന്നുമുള്ള ആളായിരുന്നില്ല. പഠിക്കുന്ന കാലത്തായിക്കോട്ടെ, +2 വിദ്യാഭ്യാസ കാലഘട്ടം വരെ അങ്ങനെ പൊതുവേദിയിലൊന്നും സംസാരിക്കുന്ന ഒരവസരം ഉണ്ടായിട്ടില്ല എനിക്ക്. അതിനുശേഷം ഞാൻ കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് കടന്നതിന് ശേഷമാണ് സംഘടനാ പ്രവർത്തനത്തിൻ്റെയും മറ്റുമൊക്കെ ഭാഗമായി
നിരന്തരമായി സംസാരിക്കാനുള്ള വേദികൾ ഉണ്ടാവുകയും നിരന്തരം വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടാവുകയും ഒരു 5 മിനിറ്റ് ഏതൊരു വിഷയം തന്നാലും തരക്കേടില്ലാത്ത രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തത്. ഞാൻ പറഞ്ഞു വന്നത്, ഇത് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള കഴിവാണ്. എല്ലാവരിലും ജ്ഞാനമുണ്ട്, എല്ലാവരിലും ഏതെങ്കിലും നിലയ്ക്കുള്ളൊരു കഴിവുണ്ട്. ഈ കഴിവിനെ കണ്ടെത്തി നിരന്തരമായ പരിശീലനത്തിലൂടെ പരിപോഷിപ്പിക്കേണ്ടെന്ന ഉത്തരവാദിത്വമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. നിങ്ങളെല്ലാവരും തന്നെ നന്നായി സംസാരിക്കുന്നവരാണ്. എവിടെ? ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ. ഈ ഇടങ്ങളിലൊക്കെ നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. അവിടെയുള്ള അതേ അനുഭവങ്ങൾ തന്നെയാണ് ഒരു മൈക്കിൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് പറയേണ്ടി വന്നത്. പക്ഷെ എന്താ കാര്യം? അത് പ്രസംഗമായി മാറുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വളരെ ചെറിയ ചില കാര്യങ്ങൾ. അത് കൃത്യമായിട്ട് പൈസ സാർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് നിരന്തരമായ പരിശീലനത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചാർലി ചാപ്ലിൻ എന്ന് പറയുന്നൊരു വ്യക്തി എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ചാർലി ചാപ്ലിനെ കുറിച്ച് അറിയാത്തവരോ കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ചാർലി ചാപ്ലിൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തെക്കുറിച്ച് എഴുതുന്നുണ്ട്. അദ്ദേഹം നല്ല ഒരു സിനിമാ നടനൊക്കെ ആകുന്നതിന് മുമ്പ് ഒരു സർക്കസ് കമ്പനിയിൽ അദ്ദേഹത്തിൻ്റെ കലാപ്രകടനങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു കാലഘട്ടം. സിനിമയിലേക്കൊക്കെ എത്തി സിനിമാ നടനായി ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും മികച്ച നടനാകുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അന്ന് അദ്ദേഹം മിമിക്രിയും മറ്റു പലതരത്തിലുള്ള കലാപ്രകടനങ്ങളുമായി തനിക്ക് എവിടെയാണോ ഷോ ഉള്ളത് ആ സ്ഥലത്തെ കാണികളെ മുഴുവൻ കയ്യിലെടുക്കുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ചില അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് വരും. അദ്ദേഹത്തിൻ്റെ അഭ്യാസ പ്രകടനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വളഞ്ഞ കുടയുടെ വടി പോലെയുള്ള ഒരു സ്റ്റിക്ക്. ഈ സ്റ്റിക്ക് അദ്ദേഹത്തിൻ്റെ വായിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പന്ത് എറിഞ്ഞ് ആ സ്റ്റിക്കിൻ്റെ മുകളിലേക്ക് എത്തിക്കുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ പണി. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളഞ്ഞൊരു സ്റ്റിക്ക് വായിൽ മുറുക്കെ പിടിച്ചിട്ട് ഒരു ടെന്നീസ് ബോൾ പോലൊരു പന്ത് എറിയുന്നു. ആ പന്ത് എന്ത് ചെയ്യുന്നു? കറക്റ്റായിട്ട് ആ വടിയുടെ മുകളിൽ നിൽക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഈ വടി ഇങ്ങനെ വായിൽ കടിച്ചു പിടിച്ച് കാണികൾക്കിടയിലൂടെ നടക്കും. കാണികൾ കൈയടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ടിപ്പ് കൊടുക്കും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗ്ഗം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും കുട്ടികളുടെയും ഒക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം അതായിരുന്നു. ഒരു ദിവസം ചാപ്ലിൻ തൻ്റെ പ്രകടനത്തിന് കയറുന്നതിന് തൊട്ട് മുന്നായി തൻ്റെ സുഹൃത്തിനോട് ഈ പരിപാടിക്ക് കയറാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, ഇല്ല ചാപ്ലിൻ, ഞാൻ ഇന്ന് കയറുന്നില്ല. അപ്പോൾ ചാപ്ലിൻ ആകെ അത്ഭുതമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കലാപ്രകടനം നടത്തി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇയാൾ ജീവിക്കുന്നത്. അപ്പോൾ കയറുന്നില്ല എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് നല്ല പ്രശ്നം. അപ്പോൾ ചാപ്ലിൻ പറഞ്ഞു, എന്തെങ്കിലും അങ്ങനെ പറയണേ, മുന്നോട്ട് പോകണ്ടേ, കാര്യങ്ങൾ നടക്കണ്ടേ, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ കാര്യങ്ങൾ നടക്കണ്ടേ, അതിന് പൈസ വേണ്ടേ. അപ്പോൾ ചാപ്ലിൻ്റെ ഈ സുഹൃത്ത് പറഞ്ഞു, ഞാൻ എന്നും ഈ ഒരു പന്തിങ്ങനെ മുകളിലേക്കിട്ട് എനിക്ക് വലിയ മടുപ്പായി തുടങ്ങി. എന്നിലെ കലാകാരൻ, എന്നിലെ സൃഷ്ടാവ് മുരടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു പന്ത് മുകളിലേക്ക് ഇടുന്നതിന് പകരം 2 പന്ത് മുകളിലേക്കിട്ട് പ്രകടനം നടത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അത് പരിശീലിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അതുകൊണ്ട് കുറച്ച് സമയം എനിക്ക് വേണം. പിറ്റേ ദിവസങ്ങളിൽ 1-2 മാസത്തേക്ക് അദ്ദേഹം ഈ കലാപ്രകടനങ്ങളിൽ ഒന്നിലും തന്നെ പങ്കെടുക്കുന്നില്ല. ഈ കലാപ്രകടനങ്ങളിൽ ഒന്നും തന്നെ അദ്ദേഹം എത്തുന്നില്ല. ചാപ്ലിൻ്റെ പ്രകടനം നടത്തി ഇങ്ങനെ പോകുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം വലിയ പ്രയാസത്തിലേക്ക് പോവുകയാണ്. കാരണം ആകെപ്പാടെയുള്ള വരുമാനം ഈ കലാപ്രകടനത്തിലൂടെ കിട്ടുന്ന ചെറിയ തുക മാത്രമാണ്. അത് കിട്ടാതാവുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം പട്ടിണിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ അദ്ദേഹം എപ്പോഴും പരിശീലനം നിർത്തുന്നില്ല. പെട്ടെന്നൊരു ദിവസം വീണ്ടും ചാപ്ലിൻ വേദിയിലേക്ക് തൻ്റെ പ്രകടനത്തിന് കയറുന്നതിന് മുമ്പ് ഈ സുഹൃത്ത് വരികയാണ്. പ്രിയപ്പെട്ട ചാപ്ലിൻ, ഞാൻ ഇന്ന് എൻ്റെ കലാപ്രകടനം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ചാപ്ലിന് വളരെ ഉദ്വേഗം, സന്തോഷമൊക്കെ തോന്നി. അതോടൊപ്പം തന്നെ ഒരുപാട് പേടിയും ടെൻഷനും ഒക്കെ ഉണ്ട്. തൻ്റെ ഉറ്റ സുഹൃത്താണ്. ഏറെക്കാലത്തെ പരിശീലനമാണ്. എന്താ പരിശീലനം? ഒരു ഉരുണ്ട പന്തിൻ്റെ മുകളിൽ മറ്റൊരു ഉരുണ്ട പന്ത് എറിഞ്ഞ് നിർത്തുക എന്നുള്ളതാണ്. സയൻറ്റിഫിക്കലി നടക്കുമോ? നടക്കില്ല. സയൻറ്റിഫിക്കലി അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. ഉരുണ്ട ടെന്നീസ് ബോളിൻ്റെ മുകളിൽ മറ്റൊരു ടെന്നീസ് ബോൾ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല.
അതും ഇങ്ങനെ വായിൽ കടിച്ചു പിടിച്ചൊരു സ്റ്റിക്കിൻ്റെ മുകളിലേക്ക് എറിഞ്ഞ് അതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി പ്രയാസമാണ്. എന്തായാലും ചാപ്ലിൻ തൻ്റെ സുഹൃത്തിന് അവസരം കൊടുത്തു, വേദിയൊരുക്കി. അദ്ദേഹം വേദിയിലേക്ക് കയറി സ്വരസിദ്ധമായ ശൈലിയിൽ തൻ്റെ വാക്കിംഗ് സ്റ്റിക്ക് വായിൽ കടിച്ചു പിടിച്ചു, ഒരു ടെന്നീസ് ബോൾ എറിഞ്ഞു. രണ്ടാമത്തെ ടെന്നീസ് ബോൾ എറിയുമ്പോൾ ആ ടെന്നീസ് ബോൾ ഉയർന്നു പൊങ്ങുന്ന നിമിഷം മുഴുവൻ ചാപ്ലിൻ്റെയും അവിടെ കണ്ടു നിന്ന മനുഷ്യരുടെയും എല്ലാം മനസ്സിൽ വലിയ ഉദ്വേഗമായിരുന്നു. കാരണം ഈ പന്ത് അവിടെ പോയി നിൽക്കുമോ എന്നുള്ള സംശയം. ചാപ്ലിൻ അടക്കമുള്ള മുഴുവൻ ആളുകളും വിശ്വസിച്ചു, എന്ത്, ആ പന്ത് അവിടെ പോയി നിൽക്കില്ല. പക്ഷേ അത്ഭുതകരമാം വണ്ണം ആ പന്ത് രണ്ടാമത്തെ പന്തിൻ്റെ മുകളിൽ പോയി നിന്നു. അദ്ദേഹം ഇതുപോലെ തന്നെ വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് ജനങ്ങൾക്കിടയിലൂടെ നടന്നു. പക്ഷേ ഏറെ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിചാരിച്ചത്ര കയ്യടി ആ പരിപാടിക്ക് കിട്ടിയില്ല. ഏറെ മാസത്തെ വലിയ കഠിനാധ്വാനത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ആർജിച്ചെടുത്ത ആ കഴിവ്, ആ പ്രകടനം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആരും വിചാരിച്ചത്ര കയ്യടി കിട്ടിയില്ല. അപ്പോൾ ഈ സർക്കസിൻ്റെ മാനേജർ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, സംഗതി ശരിയാണ്, നല്ല പ്രകടനമായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് വേണ്ടത്ര കയ്യടി കിട്ടാത്തതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ പന്ത് എറിയുമ്പോൾ ആദ്യം എറിയുമ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, അത് കൃത്യമായിട്ട് അതിൻ്റെ മുകളിൽ പോയിട്ട് നിൽക്കരുത്. അപ്പോൾ കണ്ടിരിക്കുന്ന കാണികൾക്കൊക്കെ തോന്നും, എന്താ അയാൾക്ക് പറ്റിയില്ല, ഇയാളെ കൊണ്ട് ഇത് നടക്കില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കിയെടുത്ത് വീണ്ടും നിങ്ങൾ ആ പന്തെറിഞ്ഞ് രണ്ടാമത്തെ പന്ത് അതിൻ്റെ മുകളിൽ പോയി നിൽക്കുമ്പോഴാണ് കാണികളൊക്കെ തന്നെ വലിയ രീതിയിൽ കൈയടിക്കുക. അതിൽ വളരെ സാധാരണക്കാരനായ, വളരെ പാവപ്പെട്ട, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ആ സർക്കസ് കലാകാരൻ ഇങ്ങനെ പറയുണ്ടായി, സാറേ, സാർ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ രണ്ടാമത്തെ പന്ത് എറിയുമ്പോൾ ഒന്നാമത്തെ പന്തിൽ വീഴാതിരിക്കണമെങ്കിൽ, ഒന്നാമത്തെ പന്തിൻ്റെ മുകളിൽ ചെന്ന് ഇരുന്ന് അത് വീഴാതിരിക്കണമെങ്കിൽ ഞാൻ ഇനിയും ഒരുപാട് കാലം പരിശീലിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഇനിയും ഒരുപാട് കാലം ആ പന്ത് വീഴ്ത്തിയിടാൻ പരിശീലിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നിരന്തരമായ പരിശീലനത്തിൻ്റെ പ്രത്യേകത. തൻ്റെ കുടുംബം, തൻ്റെ കുട്ടികൾ, തൻ്റെ ജീവിത പ്രയാസങ്ങൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ടൊരു മനുഷ്യൻ ഒന്നാമത്തെ പന്തിൻ്റെ മുകളിൽ രണ്ടാമത്തെ പന്ത് ചെന്ന് നിൽക്കുന്നതിനു വേണ്ടി മാസങ്ങളോളം നടത്തിയ കഠിന പ്രയത്നം ഒന്ന് തെറ്റ് ചെയ്യണമെങ്കിൽ ആ തെറ്റ് ചെയ്യാൻ ഇനിയും അദ്ദേഹം ഏറെക്കാലം പരിശീലിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, പരിശീലനത്തിന് ജീവിതത്തിൽ വലിയ സ്ഥാനമാണുള്ളത്. നിരന്തരമായ പരിശീലനമാണ് നിങ്ങളെ മികച്ച പ്രാസംഗികരാക്കി മാറ്റുക. നിരന്തരമായ വായന, നിരന്തരമായ അറിവ് നിർമ്മിച്ചെടുക്കൽ, അതിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് നല്ല പ്രാസംഗികരായി മാറാൻ കഴിയും. ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ജോർജ് മലോറി എന്ന് പറയുന്ന ഒരു എവറസ്റ്റ് പർവ്വതാരോഹകനുണ്ടായിരുന്നു. എവറസ്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ആദ്യം വരുന്ന പേര് അബ്ദുൾ നാസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. നെടുങ്ങോട്ടൂരിൽ നിന്നും എവറസ്റ്റ് കീഴടക്കിയ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് അബ്ദുൾ നാസർ. അവിടെ ഞങ്ങളുടെ നാട് ചെറിയ നാടൊന്നുമല്ല, ഭയങ്കര സംഭവമാണ്, മനസ്സിലാക്കണം. ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടന്ന വ്യക്തിയാണ്. നിരവധി മാരത്തോണിൽ വിജയിച്ച, ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിഭാധനരായ മനുഷ്യരുടെ ഒരു സഞ്ചയ ഭൂമികയാണ് നെടുങ്ങോട്ടൂർ എന്ന് പറയുന്ന സ്ഥലം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് മുന്നേ നമുക്കെല്ലാവർക്കും അറിയാം, എവറസ്റ്റ് ആരാണ് ആദ്യം കീഴടക്കിയെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. അത് ടെൻസിങ് നോർഗയും അതുപോലെ ഹിലാരിയുമാണെന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു വിവരമാണ്. ഞാൻ സ്കൂളിൽ പഠിച്ച കാര്യം പറഞ്ഞ പോലെ ഒരു വിവരമാണത്. അവർക്ക് രണ്ടുപേർക്കും മുൻപ് എവറസ്റ്റ് കീഴടക്കിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജോർജ് മലോറി. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹം എവറസ്റ്റ് പർവ്വതാരോഹണത്തിനിടയിൽ വെച്ച് മരിക്കുകയാണ്. മഞ്ഞുവെടിയേറ്റ അദ്ദേഹത്തിൻ്റെ കാൽവിരലുകളൊക്കെ തന്നെ പലപ്പോഴും അറ്റുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട്, ഇന്നത്തെ കാലത്തെ പോലൊന്നുമല്ല, വാർത്താമാധ്യമങ്ങളോ മറ്റു തരത്തിലുള്ള സോഷ്യൽ മീഡിയയോ മറ്റൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വീണ്ടും എവറസ്റ്റ് കീഴടക്കുന്നതിനാവശ്യമായിട്ടുള്ള പർവ്വതാരോഹണത്തിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ജോർജ് മലോറി. അദ്ദേഹം കയറി പോകുമ്പോഴാണോ കയറി വരുമ്പോഴാണോ എന്നറിയില്ല, ഹിമാലയത്തിൽ വെച്ച് മരണപ്പെടുകയാണ്. അദ്ദേഹത്തിനോട് അന്നത്തെ കാലത്ത്
അവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കേണ്ടായി, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിരന്തരമായി പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുന്നത്? എന്ത് കാര്യമാണിത് കൊണ്ടുള്ളത്? നിങ്ങളിത് നേടിയാലും നേടിയില്ലെങ്കിലും പ്രത്യേകിച്ചൊരു ഗുണമുണ്ടാകാൻ പോകുന്നില്ല. ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ പണി ചെയ്യുന്നത്? വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത, അറിവില്ലാത്ത, ജ്ഞാനമില്ലാത്ത ജോർജ് മലോറി അതിന് പറഞ്ഞ മറുപടി ബിക്കോസ് ഇറ്റ് ഈസ് ദർ എന്നാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ദർ എന്ന് പറഞ്ഞാൽ അത് അവിടെയുണ്ട്. ഏത്? എവറസ്റ്റ്. ആരാലും കീഴടക്കപ്പെടാത്ത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായി ഇന്നും മനുഷ്യസാധ്യമല്ലാത്ത രീതിയിൽ അതങ്ങനെ അവിടെ നിവർന്നു നിൽക്കുമ്പോൾ മനുഷ്യനായി എനിക്ക് അതിൻ്റെ മുകളിൽ എത്തിച്ചേരാനുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു കൊള്ളാം? ജോർജ് മലോറി പറയുകയാണ് ബിക്കോസ് ഇറ്റ് ഈസ് ദർ. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ചെറിയ കുന്നോളം പോകുന്നതാവാതെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങളെക്കാൾ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾ കാണുക. ആ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നിരന്തരമായ പ്രയത്നത്തിൻ്റെ ഭാഗമാവുക. ഇന്നല്ലെങ്കിൽ നാളെ ആ ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ നേടിയെടുക്കുന്ന കാലത്ത് നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കാനും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും നിങ്ങളെ സ്വീകരിക്കാനും നിങ്ങളെ പുച്ഛിച്ചിരുന്ന നിരവധിയായ മനുഷ്യർ വരി നിൽക്കുക തന്നെ ചെയ്യുമെന്നും ആ കാലത്തിനു വേണ്ടിയുള്ള പ്രയത്നത്തിലായിരിക്കണം നിങ്ങൾ ഓരോരുത്തരുമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഒരായിരം നന്ദി.